എന്റെ വീട് മുങ്ങല്ല പടച്ചോനെ, അടുത്തവരെ എത്തി അള്ളാഹു, എവിടം വരെ എത്തി പടച്ചോനെ, എവിടം വരെ എത്തി പടച്ചോനെ. അതാണ് അള്ളാഹ് എല്ലായിടത്തും ടച്ച് ചെയ്തു, എവിടെയും ടച്ച് ചെയ്യാതെ പോയില്ലല്ലോ. ഒരു ചെറിയൊരു ദുരിതാശ്വാസ ക്യാമ്പെങ്കിലും നമ്മുടെ നാട്ടിൽ അള്ളാഹു തആല നൽകി. എന്തിനാ? പരീക്ഷണം മനസ്സിലാക്കാൻ വേണ്ടി. ചെറുത് വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ ലഅല്ലഹും യർജിഊൻ. വലിയ വലിയ അപകടങ്ങൾ വരുന്നതിന് മുമ്പ് ചെറിയ ചെറിയ ടെസ്റ്റ് ഡോസുകൾ നൽകി അള്ളാഹു നമ്മെ അവന്റെ ദീനിലേക്ക് തിരിച്ചു വിളിക്കുകയാണ്. കഴിയുന്നവരെ, ഉറങ്ങിക്കഴിയുന്നവരെ, ഉറക്കം നടിച്ചു കഴിയുന്നവരെ, ജഗത്തിന്റെ ഉടമസ്ഥനായ നാഥന്റെ ദർബാറിലേക്ക് നിങ്ങളെ അവൻ വിളിക്കുകയാണ്. വിളിക്കുമ്പം ആരും വരൂല. നമ്മുടെ കുട്ടികളെയൊക്കെ ഉറക്കത്തിൽ നിന്ന് വിളിക്കുമ്പോഴേ തട്ടി ഉണർത്തുമ്പോ തട്ടുമ്പോ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കിടക്കും. അവസാനം വന്ന് വാപ്പ വന്ന് ബഹളം വെച്ചാട്ട് കട്ടിലിന്റെ കാലൊക്കെ പിടിച്ച് കുലുക്കും, മൊത്തത്തിൽ കുലുക്കും, ഭൂമി കുലുക്കും. ഓരോരുത്തരെ പിടിക്കുന്നത്, ശിക്ഷിക്കുന്നത് അവരുടെ പാപത്തിന്റെ തോതനുസരിച്ചാണ്. നല്ലപോലെ മനസ്സിലാക്കോ. കല്യാണത്തിന് കുറച്ചുകൂടെ പടക്കം പൊട്ടിക്കണം, നല്ലതുപോലെ പൊട്ടിക്കണം. എന്റെയൊക്കെ മൂലത്തെ അല്ലാഹ് നാളെ പൊട്ടിക്കും, ഉറപ്പാണ്. ഈ തന്തയുടെയും തള്ളയുടെയും പുതിയ പെണ്ണിന്റെയും പുതിയാപ്പിളുടെയും ഒക്കെ പൊട്ടി വരാൻ പോകുന്നേ ഉള്ളൂ. കണ്ടോണം. ഇനി ഈ ഇത്രയും പ്രളയത്തിന്റെ ഇടയ്ക്ക് ഒരു വാട്സപ്പ് വന്നു കണ്ണൂര് നടക്കുന്നത്. അതിന് ഈ ആയത്തും അതീത് ഓതിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ആ നാൾ ഇവിടെ ഇനി ഭൂമി കുലുങ്ങിയാലേ പറ്റുള്ളൂ. ചില സാലിഹ്യങ്ങളും മഹാന്മാരും ഒക്കെ ചിലപ്പോൾ ഉള്ളത് കൊണ്ടായിരിക്കും അവരുടെ ദുആയുടെ പേരിൽ രക്ഷപ്പെട്ടു പോകുന്നത്. പക്ഷേ രക്ഷ ഒന്നും പെടണ്ട. ചിലർ വിചാരിക്കും നമ്മുടെ നാട്ടിൽ ഔലിയാക്കളൊക്കെ ഉള്ളത് കൊണ്ട്, സാലിഹ്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇവിടെ നമുക്ക് പേടിക്കേണ്ട ആളിയാ, നമുക്ക് എന്തു ആകാം. അവർക്കൊരു അതീത് ഇങ്ങനെ ധരിക്കുന്നവർക്ക് ഇവിടെ ഒന്നും പ്രശ്നമില്ല, ഒന്നും ഉണ്ടാവൂല. നമ്മളൊക്കെ സാലിഹീങ്ങളാണ്, നമ്മളൊക്കെ നല്ല ആരിഫീങ്ങളാണ്, നിസ്കാരമുള്ളവരാണ്, ഇബാദത്തുള്ളവരാണ് എന്നൊക്കെ ഉള്ളവർക്കാണ് കൂടുതൽ പരീക്ഷണം. അതാദ്യം മനസ്സിലായിക്കോ. അലിഫ് ലാം മീം അഹസിബൻ നാസ് അയ്യുത്രകൂ അയ്യഖൂലൂ ആമന്നാ വഹും ലാ يفتنون ولقد فتنا الذين من قبلهم فليعلمن الله الذين صدقوا وليعلمن الكاذبين. ജനങ്ങളെ, നിങ്ങൾ കരുതുന്നുണ്ടോ ഞാൻ വിശ്വാസിയാണ്, ഞാൻ ഈമാനുള്ളവനാണ്, ഞാൻ മുസ്ലിമാണ്, ഞാൻ അള്ളാഹുവിന്റെ ഇഷ്ടദാസനാ എന്ന് പറഞ്ഞതിന്റെ പേരിൽ ലാ യുഫ്തനൂൻ, ഫിത്നകളും ഫസാദുകളും ദുരിതങ്ങളും ദുഃഖങ്ങളും നിന്നെ പിടികൂടുകയില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെ കരുതുകയേ വേണ്ട സത്യവിശ്വാസികളെ. അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതുഹുമുൽ ബഅസാ വല്ലറാ. 5 നിലയുടെ ഫ്ലാറ്റിന്റെ മുകളിൽ കൂടെ ഒഴുകിയ പെരിയാറിന്റെ അടിയിലെടുത്ത് നടന്നു പോവാണ്. മുട്ടുവരെയുള്ളൂ വെള്ളം. എന്ത് പോക്ക ഇത് പഠിച്ച. ഉള്ളതെല്ലാം കരിഞ്ഞുപോയി, ഉള്ളതെല്ലാം നശിച്ചുപോയി. അത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാക്ക്. പരിശുദ്ധ ഖുർആനൊക്കെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ എന്തൊക്കെയാ അല്ലാഹ് ഇതെല്ലാം ഇന്ന് കേരളത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അല്ലാഹ് ഖുർആനിൽ പറഞ്ഞ പല സംഭവങ്ങളും ഇന്ന് കേരളത്തിൽ നടന്നിട്ടുണ്ട്. എങ്ങനെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു ശിക്ഷകൾ ഇറക്കിയത് മുഴുവനും നമ്മളിന്ന് കണ്ടു. പല പല വീടുകളുടെ മേലാപ്പ്, പല പല വീടുകളുടെ മുകൾ ഭാഗം എല്ലാം താണ് കിടക്കുന്നത് നമ്മൾ കണ്ടില്ലേ പോയി കണ്ടില്ലേ? ഇടുക്കിയിൽ ജില്ലയിൽ പോകാത്ത എന്ത്? എറണാകുളം ജില്ലയൊക്കെ പോയി പരിശോധിക്കാത്ത എന്ത്? ഇടയ്ക്ക് പോകണം. അല്ലാഹ് പറഞ്ഞ വാക്ക പോകാൻ. അബൂബക്കറല്ല പറഞ്ഞത്, അല്ലാഹ് പറഞ്ഞ ഓതിത്തരാ. فكأين من قرية أهلكناها فهي ظالمة وهي خاوية على عروشها وبئر معطلة وقصر مشيد.
എത്രയെത്ര നാടുകളാ, എത്രയെത്ര ഗ്രാമങ്ങളാണ്, എത്രയെത്ര ആ നാട്ടുകാര് അഹങ്കാരികളും തെമ്മാടികളുമായതിന്റെ പേരിൽ ആ നാടിനെ നാം നശിപ്പിച്ചത്. അവർ അക്രമകാരികളായിരുന്നു, അവർ അഹങ്കാരികളായിരുന്നു, അവർ ധിക്കാരികളായിരുന്നു. പരിശുദ്ധ ഖുർആൻ അക്രമികളായ നാടുകളെയൊക്കെ അല്ലാഹു തആല ശിക്ഷിച്ചു, പരീക്ഷിച്ചു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താ? ഫഹിയ ഖാവിയത്തുൻ അലാ ഉറൂഷിഹാ. നിങ്ങൾ അവരുടെ പരിസരത്തൂടെ സഞ്ചരിച്ചു നോക്കണേ. അവർ താമസിച്ച വീടിന്റെ മേലാപ്പ് അവരുടെ മേലേക്ക് വന്ന് പതിച്ചു കിടക്കുകയാണ്. എല്ലാം അതേപോലെ താന്ന് കിടക്കുന്നു. കണ്ടില്ലേ കേരളത്തിൽ ഇത്ര വീടിന്റെ മുകൾ ഭാഗം കോൺക്രീറ്റ് എല്ലാം താഴേക്ക് വന്ന് കിടക്കാണ്. ഇത്ര വീടുകൾ അല്ലാഹു തആല പറഞ്ഞ മക്കൾ. എന്നിട്ടോ വെള്ളം കോരി കുടിച്ചുകൊണ്ടിരുന്ന ശുദ്ധജലം, സുഗതമായ ശുദ്ധമായ പാനീയം കുടിച്ചുകൊണ്ടിരുന്ന കിണർ മാലിന്യമായി, ഉപയോഗശൂന്യമായി, ചെളി കൊണ്ട് നിറഞ്ഞു, അഴുക്ക് കൊണ്ട് നിറഞ്ഞു. എത്രയെത്ര ഉപയോഗശൂന്യമായ ചെളി കൊണ്ട് നിറഞ്ഞ, അഴുക്കുകൾ കൊണ്ട് നിറഞ്ഞ കിണറുകൾ കാണണോ? ആ ഗ്രാമവീഥികളിലൂടെ നിങ്ങളൊന്ന് യാത്ര ചെയ്യണേ. ഖുർആൻ കേരളത്തിൽ പോയാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല പണ്ട് ഖുർആനിൽ അവിടെ കുറിച്ചൊക്കെ പറഞ്ഞെങ്കിലും ഇന്ന് കേരളത്തിലൂടെ നിങ്ങൾ പോയാൽ മതി, നിങ്ങൾക്ക് കാണാന്നാ പറഞ്ഞത്. വെള്ളം കോരി കുടിച്ചുകൊണ്ടിരുന്ന കിണർ മൊത്തം അഴുക്കായി. ഇവിടുന്ന് കേരളത്തിൽ, നമ്മുടെ ഈ തെക്കൻ കേരളത്തിൽ എത്രയോ പേര് വടക്കൻ കേരളത്തിലോട്ട് പോയി കിണർ ശുദ്ധിയാക്കാൻ വേണ്ടി പോയി. ചെങ്ങന്നൂര് പോയി, ബാവേലിക്കര പോയി, എറണാകുളത്ത് പോയി, ആലുവയിൽ പോയി, ചാലക്കുടിയിൽ പോയി കിണർ ശുദ്ധിയാക്കാൻ. അല്ലാഹു പറഞ്ഞ വാക്കാ അഴുക്ക് കൊണ്ട് നിറഞ്ഞ കിണറുകൾ. ബഹുനില കെട്ടിടങ്ങളെല്ലാം തകർന്നു കിടക്കുന്നത്, അതിന്റെ യഥാസ്ഥാനത്ത് നിന്ന് അസ്ഥാനത്തേക്ക് മാറി നിൽക്കുന്നത് നിങ്ങൾ അതിലൂടെ യാത്ര ചെയ്താൽ കാണാം. അടിമാലി ടൗണിൽ നിങ്ങൾ പോയാൽ മതി. കേരളത്തിലാ, നമ്മുടെ നാട്ടിൽ നിന്ന് ഏകദേശം ഒരു 140-70 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അടിമാലിയിലെ 2 നില കെട്ടിടം തൽസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുകയാണ്. പോയി നോക്കിക്കോ. ഇതൊക്കെ ഞാൻ പോയി കണ്ടു. ഈ ആയത്തൊക്കെ ഓർമ്മ വന്നത് അല്ലാഹ് പറഞ്ഞതാ, പോയി നോക്കാം. നമ്മൾ സർക്കാർ പറഞ്ഞിട്ട് സർക്കാർ പോകണ്ടെന്നാ പറയുന്നത്. അല്ലാഹ് പറഞ്ഞു നോക്കോ പോകാൻ, അതല്ലേ നമ്മൾ കേൾക്കേണ്ടത്. എന്താ അല്ലാഹ് പറഞ്ഞത്? أفلم يسيروا في الأرض فتكون لهم قلوب يعقلون بها أو آذان يسمعون بها فإنها لا تعمى الأبصار ولكن تعمى القلوب. ഓരത്തിതാ സംഭവിച്ചിരിക്കുകയാ. അതിന്റെ വീതിയിലൂടെ നീയൊന്ന് നടന്ന് ചെല്ലണേ. ആ നാട്ടിലൂടെ അവർ സഞ്ചരിച്ചാൽ അവർക്ക് ചിന്തിക്കാൻ ഉതകുന്ന ഹൃദയങ്ങൾ ഉണ്ടാകുമത്രേ. ആരും പിടിക്കല്ലേ. പിന്നെ ഇതിനോടൊക്കെ വേദം ഓതിട്ട് വല്ല കാര്യമുണ്ടോ? പണ്ടൊക്കെ ചെറുപ്പക്കാർ കുട്ടികളെ ഒളിച്ചോടുന്നത്, എന്നാലും പിന്നെ പ്രശ്നമില്ലെന്ന് വെക്കുക. ഇത് 4-5 മക്കളുള്ള സാധനം. ഇതിനൊക്കെ ഇപ്പോഴാണ് അളക്കം പിടിക്കുന്നത്. അല്ലാഹു അഅലം സംഭവം. 4 മക്കൾ 5 മക്കളൊക്കെ ഉള്ള സാധനം ഇന്നലെ 4 എണ്ണം ഉള്ള 4 മക്കളുള്ള ഒളിച്ചോടി ഇല്ല ഉസ്താദേ. ഇതിപ്പോ എന്തോ ഒരു ഫാഷനാന്ന് തോന്നി. ഒളിച്ചോ ഒരു ഫാഷനാന്ന്. അവള് മുയിലായിപ്പോയി. അല്ലെങ്കിൽ ഇത് നോടി നോക്കാറുണ്ട് എന്താ ഇതിന്റെ സിസ്റ്റം എന്നുള്ളത്. പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് ആരെല്ലാം എവിടെ വെച്ച് പിടിച്ചാൽ പറയാം, ഇല്ലപ്പ പ്രസംഗിക്കാൻ വേണ്ടി ഒന്ന് ഓടി നോക്കിയതാ. അതാണ് ഇപ്പൊ പിന്നെ അനുവാദം ഉണ്ടല്ലോ, അതുകൊണ്ട് ഇപ്പൊ ഇനി പ്രശ്നമില്ല. അതിന്റെ അതീതൊക്കെ പറഞ്ഞുതരാം. ചുമ്മാ അല്ല കുലുക്കാൻ തുടങ്ങിയതല്ല. കുലുക്ക ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. എല്ലാത്തിനും ഇപ്പൊ അനുവാദം കിട്ടിയത് കൊണ്ട് ഇപ്പൊ പ്രശ്നമില്ല. ഇപ്പൊ ആർക്കും ഒന്നും ചോദിക്കാൻ പറ്റൂല. ഇനി ഇപ്പം പൂട്ട് കണ്ടുപിടിക്കണം. പെണ്ണുപിള്ളയെ ആൺപിള്ളയൊക്കെ പൂട്ടിയിട്ടിട്ട് പോകാൻ പറ്റും. കാരണം അതിന്റെ രക്ഷയില്ല. എല്ലാം അനുവാദം കിട്ടി, തുറന്ന സമ്മതം കിട്ടി. അത് അനുവാദം കിട്ടുമെന്ന് ഹദീസ് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് 35 വാക്യറ്റ് റെഡിയാക്കി വെച്ചോ, പറഞ്ഞുതരാം. ഇല്ലെങ്കിൽ പിന്നെ അതിന്റെ ഇടയ്ക്ക് ഇതെല്ലാം നിന്നു പോകും സംഭവം. ബഹുമാനമുള്ള സഹോദരൻ, അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പൊ അല്ലാഹ് പറഞ്ഞെന്താ? പോയി നോക്കണം.
ഈ നടന്ന സംഭവങ്ങളൊക്കെ നിങ്ങളൊന്ന് പോയി നോക്കണം കേട്ടോ. ഈ കെട്ടിടം മാറി നിൽക്കുന്നത്, ഈ അഴുക്ക് കിണറുകള്, വീടിന്റെ ഒക്കെ സമുച്ചയമൊക്കെ താഴെ വീണ് ഇടിഞ്ഞു കിടക്കുന്നത്, ഇതൊക്കെ നിങ്ങൾ പോയി നോക്കണം. അപ്പൊ ചിന്തിക്കാൻ നിങ്ങൾക്ക് ഒരു ഹൃദയം ഉണ്ടാകും. ഇതിനെ കുറിച്ചൊക്കെ ഓരോരുത്തർ പറയുമ്പോൾ നമുക്ക് കേട്ടാൽ പടച്ചവൻ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ, അള്ളാന്റെ ദൃഷ്ടാന്തങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, അതിനെക്കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടാകും അത് കേൾക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞ വാക്കാണ്. പക്ഷെ എന്ത് ചെയ്യാൻ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫൈന്നഹാ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബുൽ ലതീ ഫിസ്സുദൂർ. പക്ഷെ എന്ത് ചെയ്യാൻ? ഇവരെ ഇതൊക്കെ പോയി കണ്ടിട്ട് ഇവരുടെ കണ്ണുകൾക്കല്ല അന്ധത ബാധിച്ചത്, ഇവരുടെ കൽബുകൾക്കാണ് അന്ധത ബാധിച്ചത്. ഇതെല്ലാം പോയി കണ്ടു, അതല്ലേ? പോയി കണ്ടിട്ട് ദുരിതാശ്വാസ ക്യാമ്പിൽ പോയപ്പോഴും അവിടെയും ഡാൻസ്, അവിടെയും ഒപ്പന, അവിടെയും പാട്ട്. അതാ അല്ലാഹു പറഞ്ഞത്, ഫൈന്നഹാ ലാ തഅമൽ അബ്സാർ, നിങ്ങളുടെ കണ്ണുകൾക്കല്ല അന്ധത ബാധിച്ചത്, വലാകിൻ തഅമൽ ഖുലൂബുൽ ലതീ ഫിസ്സുദൂർ, നിങ്ങളുടെ കൽബിലുള്ള കണ്ണുണ്ടല്ലോ, ആ കണ്ണടഞ്ഞു പോയാൽ പിന്നെ അല്ലാഹുവിന്റെ എന്ത് ദൃഷ്ടാന്തങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അപ്പൊ ഒരു മനുഷ്യന് 4 കണ്ണുണ്ട്. ലികുല്ലി ഇൻസാനിൻ അർബഉ അയുനിൻ, ഓരോ മനുഷ്യർക്ക് 2 കണ്ണ് അവന്റെ തലയിലാണ്, അവന്റെ മുഖത്താണ് 2 കണ്ണ്. സൈഡിലെ വര, സൈഡിൽ 2 വര കണ്ടുണ്ടോ? 3-4 വര കണ്ടുണ്ടോ? എടുത്തു വെച്ച് നോക്കണം. ആ രൂപയുടെ സൈഡിൽ വരയുണ്ട്, അത് ഇവർക്കാണ്. ഇത് എത്ര രൂപയാണ്, എത്ര രൂപയാണ്? നമ്മുടെ മൊബൈൽ ഫോണിന്റെ നടുക്ക് ഒരു മുഴയുണ്ട്, ഒരു ചെറിയ ഒരു മുഴ. അതെന്തിനാണ്? അത് മനസ്സിലാക്കിയിട്ടാണ് ഈ നമ്മൾ നമ്പർ കറക്കുന്നത്. നിനക്ക് ഓരോന്നിനും ഓരോ എംബ്ലം ഉണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് മുഖത്തുള്ള കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടാലും പ്രശ്നമില്ല, കൽബ് നഷ്ടപ്പെടരുത്. ആ കൽബിന്റെ കാഴ്ച നഷ്ടപ്പെട്ടാൽ പിന്നെ അള്ളാന്റെ എന്ത് ദൃഷ്ടാന്തവും നിന്റെ മുന്നിൽ വില പോവുകയില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വെച്ചവരുടെ അടയാളമാണ്. അവരെ കുറിച്ച് അള്ളാഹു പറഞ്ഞത്, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം അനൂ യക്സിബൂൻ. അതിങ്ങനെ ദിവസം തോറും പോയി ഇങ്ങനെ മാന്തി പറിച്ചുകൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ ചെറിയ വിള്ളൽ ഉണ്ടാകും. അങ്ങനെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ 2 വിരൽ ഇങ്ങനെ വൃത്താകൃതിയിൽ ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, മിസ്ല ഹാദിഹി വഹല്ലക ബൈന ഇസ്ബഅയിൽ ഇബ്ഹാം വല്ലതീ തലിഹാ. തള്ളവിരലും ചൂണ്ടുവിരലും തള്ളവിരലും ചേർത്ത് പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സമൂഹമാണ് സഹാബ ആ മതിൽക്കെട്ടിന് ഇരിക്കുന്നതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ സംഭവം ഇതാ വരാൻ പോകുന്നു, അത് ഇത്രത്തോളം തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഉടനെ അടുത്തിരുന്ന പ്രിയപ്പെട്ട പത്നി സൈനബ് റളിയല്ലാഹു അൻഹാ നബിയുനാ ഷഫീഉനാ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാണ്, അനുഹ്ലക് വഫീനാ സാലിഹൂൻ, നമ്മുടെ നാട്ടിൽ സാലിഹീങ്ങളും ഔലിയാക്കളും ആരിഫീങ്ങളും മഹാന്മാരും ജീവിച്ചിരിക്കെ, അല്ലെങ്കിൽ അവരുടെ മഖാമുകൾ ഉണ്ടായിരിക്കെ നമ്മെ അല്ലാഹു ശിക്ഷകൾ കൊണ്ട് പിടികൂടുമോ നബിയേ? അല്ലാത്തൊരു ചോദ്യമാണ്. ചില ആളുകൾ ധരിക്കുന്ന അങ്ങനെയാണ്, ഇവിടെ എല്ലാവരും നിസ്കാരം ഉള്ളവരാണ്, ഇവിടെ ഞങ്ങൾക്ക് ഔലിയുണ്ട്, ഇവിടെ ഞങ്ങൾക്ക് ശേഖുണ്ട്, അതുകൊണ്ട് ഇവിടെ ഒന്നും ശിഷ്യൊന്നും വരില്ല, അതൊക്കെ അതുവഴി അങ്ങനെ അങ്ങ് പോകുന്നതാണ് എല്ലാവരുടെയും ധാരണ. അത് ഉണ്ടാകാതിരിക്കാനാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ ഹദീസ്. സാലിഹീങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കെ അല്ലാഹു നമ്മളെ ദുരിതങ്ങൾ കൊണ്ടും ദുഃഖങ്ങൾ കൊണ്ടും പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ടും നമ്മെ പരീക്ഷിക്കുമോ നബിയേ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ബലാ നഅം ഇദാ കസുറൽ ഖബസു, ഖബസ് അധികരിച്ചാൽ സൈനബേ ആ നാട്ടിൽ എത്ര സാലിഹീങ്ങൾ ഉണ്ടായിരുന്നാലും സദ്വർത്തരുണ്ടായിരുന്നാലും അല്ലാഹുവിന്റെ ശിക്ഷ പിടികൂടാതിരിക്കുകയില്ല. ഉടനെ സ്വഹാബത്ത് ചോദിക്കുകയാണ്, വൽ ഖബസു യാ റസൂലല്ലാഹ്, ഖബസ് എന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ? ഉടനെ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ വിശദീകരിക്കുകയാ, കുല്ലു മഅസിയ
യുസിയല്ലാഹു ബിഹാ ഫിൽ ബഹരി ഔ ഫിൽ ബർരി ഔ ഫിൽ ലൈലി ഔ ഫിൻ നഹാർ. കടലിലും കായലിലും ഹൗസ് ബോട്ടിലും ആരാമത്തിലും ഹോട്ടലിലും റിസോർട്ടിലും മോട്ടലിലും രാത്രിയും പകലിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലുമെല്ലാം അനാശാസ്യ അശ്ലീല പ്രവർത്തികൾ അധികമായി കഴിഞ്ഞാൽ ആ നാട്ടിൽ എത്രത്തോളം സാലിഹീങ്ങൾ ജീവിച്ചിരുന്നാലും ഭൂകമ്പം കൊണ്ടും അഗ്നിപർവ്വതത്തെ പൊട്ടിച്ചുകൊണ്ടും ഉരുൾപൊട്ടൽ കൊണ്ടും വെള്ളപ്പൊക്കം കൊണ്ടും അല്ലാഹു ആ നാടിനെ പരീക്ഷിക്കാതിരിക്കുകയില്ല. സൈനബ് എന്ന് ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ ഇന്തോനേഷ്യയില് കണ്ടതല്ലേ? ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സമൂഹം എവിടെയാണ്? രാജ്യം എവിടെയാ? അത് ഇന്തോനേഷ്യയാണ്. ലോകത്ത് വെച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ ഹജ്ജിന് വേണ്ടി വരുന്നത് ഇന്തോനേഷ്യയിൽ നിന്നാ. ഈ അടുത്ത സമയത്ത് പോലും ആയിരങ്ങളാണ് മരണപ്പെട്ടത്. 2004 സുനാമി അടച്ച് ആയിരങ്ങൾ തകർന്നില്ലേ? കോടിക്കണക്കിന് നാശനഷ്ടങ്ങൾ സംഭവിച്ചില്ലേ? ഇതിന്റെ എല്ലാം ഉറവിടം കടൽ തീരത്ത് വിനോദസഞ്ചാര മേഖലകളിൽ നിന്നാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ സംഭവിച്ചതും അതേപോലെ വിനോദവും ആഭാസവും അശ്ലീലങ്ങളും നടക്കുന്ന സമയത്താ ആ കടലിനെ കൊണ്ടുപോലും അല്ലാഹു സുനാമി അടുപ്പിച്ചത്. അതും പടച്ച റബ്ബിന്റെ ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ? ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ മറ്റൊരു ഹദീസ് കൂടെ കേൾക്കണേ. ഒരു 10 കിലോമീറ്റർ, ഒരു 20 കിലോമീറ്റർ നിങ്ങൾ സഞ്ചരിച്ചാൽ കടലിന്റെ തിരമാലകൾ നിങ്ങൾക്ക് കാണാമെങ്കിൽ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ലൈസ മിൻ ലൈലത്തിൻ ഇല്ലാ വൽ ബഹ്റു യുശ്രിഫു ഫീഹാ ثلاث مرات يستأذن الله أن ينتظر عليهم فيحفهم بمنه وكرمه كما قال رسول الله صلى الله عليه وسلم. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുക, എല്ലാ രാത്രിയും ഈ കാണുന്ന കടലിന്റെ തിരമാലകൾ ഉണ്ടല്ലോ 3 പ്രാവശ്യം അല്ലാഹുവിനോട് ചോദിക്കും അത്രേ. ലൈസ മിൻ ലൈലാ, ഒരു രാത്രി പോലും ഇല്ല, ഇല്ലാ വൽ ബഹ്റു യുശ്രിഫു ഫീഹാ 3 മററാത്ത്. അല്ലാഹുവിനോട് പടച്ച തമ്പുരാനോട് പടച്ചവനെ ഈ കടലിന്റെ ഓരത്ത് താമസിക്കുന്നവരെ പെടുത്തിക്കൊണ്ട് അശ്ലീലതകൾക്ക് കോപ്പ് കൂട്ടുകയാണ് അല്ലാഹ്. അവരെ ഞാനൊന്ന് പിടിക്കട്ടെയോ തകർക്കട്ടെയോ അല്ലാഹ്. 1 പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യം ഈ കാണുന്ന കടലിന്റെ തിരമാലകൾ എല്ലാ രാത്രിയും പടച്ചവനോട് ചോദിക്കുമെന്ന് ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ പടച്ചവന്റെ മറുപടി, അരുതേ, എന്റെ ദാസനെയും എന്റെ ദാസിമാരെയും തൊട്ടുപോകരുതേ കടലേ. ഫയഹ്ഫഹുമുല്ലാഹു ബിമന്നിഹി വകറമിഹി. അല്ലാഹുവിന്റെ ഔദാര്യവും അവന്റെ കരുണയും കൊണ്ട് കടലിനോട് പറയും, തൊട്ടുപോകരുത്. സ്റ്റേജും ഒക്കെ ഉണ്ടാവും ഇവിടെ. നിങ്ങൾ വിചാരിക്കും കൊട്ടുകാട് വരെ ഒരു 10-15 കിലോമീറ്റർ ഉള്ളത്. കിലോമീറ്റർ ആണ് കടലിന് 20 അല്ലെ 30 അല്ലെ 40 50. കടലിന് 50 100 കിലോമീറ്റർ അടിച്ചില്ല. ആരേ ഉള്ളു? 5 ഉള്ളു. കുറഞ്ഞു വരുവാണ്. അല്ലാഹു കാത്തുരക്ഷിക്കണം. ദുആ കൂടുതൽ ചെയ്യണം. ഇവിടെ നിന്നൊക്കെ അടിച്ച് 14 വരുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി വിടും. അങ്ങനൊക്കെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വരട്ടെ. അള്ളാഹ്ക്ക് ഇതിപ്പോ എല്ലാം ഉണ്ടോ? അതാണ് 6 കിലോമീറ്റർ 5 കിലോമീറ്റർ ഉള്ളൂ. അപ്പൊ കടലിന്റെ അടുത്ത് കിടക്കുന്നവരൊക്കെ എപ്പോഴും രാത്രി തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്തിട്ടേ കിടക്കാവൂ രാത്രി. മനസ്സിലായില്ലേ? എപ്പോഴും ലാസ്റ്റ് സീൻ എത്ര? 12:31, 1:21, 2:41. ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് കിടക്കുക. ഒരു ഇസ്തിഗ്ഫാർ പോലും ചെയ്യൂല. ചെറുപ്പക്കാർ മൊത്തവും ചെറുപ്പക്കാരുള്ള ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ആണോ ബാഡ് നൈറ്റ് ആണോ എന്നുള്ളത് നേരം വെളുക്കുമ്പോൾ പറയാം. കാരണം എന്താ? എവിടെ പോയി കിടക്കുന്ന അറിയാം. ഒരു ഹദീസ് കേട്ടോ, രാത്രി ഗുഡ് നൈറ്റ് അടിച്ച് കിടക്കുന്നവർ രാവിലെ അവന്റെ അവസ്ഥ എന്താവുന്നുള്ളതിന്റെ ഹദീസ് കേട്ടോ. FBയും VPയും എല്ലാ കോപ്പും ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ട് രാത്രി കിടന്ന് ഉറങ്ങിട്ട് ഒരു ഇസ്തിഗ്ഫാർ പോലും അല്ലാഹുവോട് പടച്ച എന്തൊക്കെ തോന്നിയാസാണ് അങ്ങോട്ട് ഇല്ലേ? സംഭവമില്ല. കോപ്പം എന്ന് പറഞ്ഞ പേടിയുണ്ട്.
അതൊരു ആയുധം എന്നാണ് എൻ്റെ അർത്ഥം. ടെലസ്കോപ്പ് ഇല്ലേ, എല്ലാം കോപ്പൊന്നല്ല ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പറയുന്നത്. അല്ല, എൻഡോസ്കോപ്പ്, മൈക്രോസ്കോപ്പ് എല്ലാം കോപ്പെന്നാണ് എൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ അതൊരു ആയുധത്തിൻ്റെ ഒരു ഉപകരണം, അതേ ഉള്ളൂ. അതിൻ്റെ പേര് അങ്ങനെ തന്നെയാണ്. അത് നമ്മൾ തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട. കളിക്കോപ്പ് എന്നൊക്കെ പറയുന്നത് പാട്ടൊക്കെ പാടുമ്പോൾ കളിക്കോപ്പുകൾ എന്നൊക്കെ പറയുന്നത് തന്നെയാണ്. അത് പിന്നൊക്കെ നമ്മൾ സംസാരിച്ച് പിന്നെ അങ്ങനെ ആയിപ്പോയി. പിന്നെ ഈ കാണുന്നതൊക്കെ കേൾക്കുമ്പോൾ പിന്നെ ഇതല്ലാതെ വേറെ എന്ത് പറയാനാ? എത്രയായിട്ടും ഇത് ചെയ്യും. ഇതുകൊണ്ടാണ് ഈ ലൈവ് ഒന്നും കൊടുക്കരുതെന്ന് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ ഇച്ചിരി പച്ചയ്ക്കൊക്കെ വിളിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഈ ലൈവ് ഈ പറഞ്ഞ സാധനം ഒന്നും ഉണ്ടാവാൻ പാടില്ല. എന്നാലേ നമുക്ക് റാഹത്തായിട്ട് നല്ല കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ, അല്ലേ? അത് തന്നെ സംഭവം. ആയിരിക്കട്ടെ. ഒരു ഹദീസ് കേട്ടോ. രാത്രി കളിച്ചും ചിരിച്ചും കിടന്നുറങ്ങുന്നവൻ നേരം വിളിക്കുമ്പോൾ കടലിൽ പോയി കിടക്കുന്ന രംഗം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എല്ലാം പറഞ്ഞ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരം വെളുക്കുമ്പോ അവരുടെ കോലം തന്നെ മരിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കും. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ രാത്രി നിങ്ങൾ പറഞ്ഞ വാക്കാണ്, ശരിയല്ലേ? നമ്മൾ രാത്രി 12 മണി, നിങ്ങൾ ഹൈവേയിലൂടെ പോയി നോക്ക്, 12 മണി 1 മണിക്കൊക്കെ അൽഫാമിന്റെ കാലും കടിച്ചുകൊണ്ടിരിക്കുന്ന കാണാം. അൽഫാമിന്റെ കാല് ഒരുത്ത ഇങ്ങോട്ട് പിടിക്കുന്നു, അവരിങ്ങോട്ട് പിടിക്കുന്നു, അല്ലേ? നാറിലെ കോഴി, നൂറിലെ കോഴി, ചൊവ്വായ കോഴി, പാവം കൊച്ചു കുഞ്ഞ് പ്രസവിച്ച് കിടക്കുന്ന പോലെ അങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു വിഷമം വരും. അല്ലാ, കഷ്ടം. അതിനെ പൊക്കി എടുത്തോണ്ട് വന്ന് അളിയ പിടിയളിയ, ഒരു കാലം അങ്ങോട്ട് ഒരു കാലം ഇങ്ങോട്ട്. സമയം നോക്കുമ്പോൾ 1:42. എടാ, ഈ 12 മണിക്ക് ഇവന്മാര് തിന്നുന്ന കണ്ടില്ലേ? രാത്രിയാ മൊത്തം കട, നൈറ്റ് കടകളല്ല കൂടുതലും. ഹദീസ് റസൂലുള്ളാഹി പറഞ്ഞ വാക്കാണ്. രാത്രി ഇതൊക്കെ തിന്നിട്ടല്ലേ പോയി കിടക്കുന്നത്. കഞ്ചാവ് ഇഷ്ടം പോലെ കിട്ടും, തട്ടുകാരുടെ കൂട്ടത്തിൽ ഇതും കിട്ടും സാധനം. ആംബ്ലേറ്റ് അടിച്ചു വിട്ടിട്ട് ഈ സാധനം പൊടിച്ചിട്ട് കൊടുക്കുകയാണ്. നല്ല റാഹത്താണ്. അപ്പൊ നല്ല ഉറങ്ങാൻ പറ്റുമെന്ന്. നമ്മൾ കുരുമുളകാന്ന് വിചാരിച്ച് മുസ്ലിയാരങ്ങാണ് മേടിച്ചടിച്ചാൽ സുബഹി 9 റക്കാത്തായിരിക്കും രാത്രി. അതുകൊണ്ട് തട്ടുകടയിൽ പോയിട്ട് ബുൾസ അടിക്കാൻ നിൽക്കണ്ട. ഏറ്റവും നല്ല കാര്യം അതാണ്. ചുരുട്ടിട്ട് കൊടുക്കാണ് സാധനം. ഇങ്ങനെ ഒന്നും മനസ്സിലാവുന്നില്ല സംഭവം എന്താണെന്നൊന്നും, ഒന്നും അറിയില്ല. തിന്നാനും കുടിക്കാനും പറ്റാത്ത കാലഘട്ടമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കാലങ്ങൾ അങ്ങനെയായി പോയി ഹബീബേ. ഇതൊക്കെ നബി തങ്ങൾ പറഞ്ഞ വാക്കാണ്. നമ്മൾ അത്ഭുതപ്പെടാനൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രാത്രി എന്റെ ഉമ്മത്ത്, അതാണ് നബി തങ്ങൾ പ്രത്യേകം പറഞ്ഞു, യബീതു ഖൗമൻ മിൻ ഹാദിഹിൽ ഉമ്മ, എന്റെ ഉമ്മത്ത്, ഈ സമുദായം രാത്രി ഉറങ്ങുന്നത് അലാ തുഅമിൻ വശുർബിൻ, തിന്നും കുടിച്ചിട്ടുമാണ്, വലഹുബിൻ വലഅബിൻ, കളിച്ചും ചിരിച്ചിട്ടുമാണ്. വാട്സാപ്പിൽ കളിയല്ലേ രാത്രി ഉറങ്ങുമ്പോൾ? അതല്ലേ അല്ലാഹുമ്മ ബിസ്മിക അമൂതു വഅഹ്യാ എന്ന് പറഞ്ഞിട്ട് രാത്രി ഉറങ്ങും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹി അഹ്യാനാ ബഅദ മാ അമാതനാ വഇലൈഹി നുശൂർ എന്ന് പറഞ്ഞ് എഴുതാം. ഇപ്പൊ ശരി, നേരം വെളുത്തോണ്ട് എഴുന്നേറ്റ് കുത്തി നോക്കും വല്ലവണ്ണം വിട്ടോന്ന്, വല്ല സാധനം വിട്ടിട്ടുണ്ടോന്ന്. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് സാധനം എടുത്ത് ആദ്യം വരച്ചു നോക്കുന്നത്. അതല്ലേ ദിക്റുകളുണ്ടോ? അല്ലാഹയെ ഓർക്കാറുണ്ടോ? ഉറങ്ങാൻ കിടക്കുമ്പോഴേ തന്നെ, എഴുന്നേൽക്കുമ്പോഴേ തന്നെ, തലങ്ങണിക്ക് വരെ ഇതെടുത്ത് ഇങ്ങനെ സൈഡിൽ വെച്ചിരിക്കുകയാണ്. കളിയിലും ചിരിയിലും രസത്തിലും അനുഭൂതിയിലുമാണ് എന്റെ ഉമ്മത്ത് രാത്രി ഉറങ്ങുന്നത്. പന്നിയുടെയും കുരങ്ങന്റെ വിശദാംശങ്ങൾ പറഞ്ഞെങ്കിലും എന്റെ ഉമ്മത്തികളെ കോലം മറിക്കലും സംസാരിച്ചവരാണ്, പരസ്പരം ചാറ്റ് ചെയ്തവരാണ്. നേരം വെളുക്കുന്ന സമയത്ത് ഒരു വിഭാഗം ആളുകൾ കടയുടെ സൈഡിൽ നിന്നിട്ട് പറയുന്നു, ജനങ്ങൾ നേരം വെളുക്കുമ്പോൾ എഴുന്നേറ്റ് പറയുകയാ, അളിയാറിഞ്ഞോ, ഇന്നാരുടെ വീടോടുകൂടി ഭൂമി കൊണ്ടുപോയി, ഇന്നാരുടെ മകനെ വെള്ളം കൊണ്ടുപോയി, ഇന്നാരുടെ മകന്റെ വീട് ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയി എന്ന് ജനങ്ങൾ പറയുന്ന അവസ്ഥയിൽ ഈ സമൂഹം രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് കളിയിലും ചിരിയിലുമായിരിക്കുമെന്ന് നബിയുനാ. അടിമാലിയിൽ 12 മണിക്ക് പരസ്പരം സലാം പറഞ്ഞു ഉറങ്ങിയവരാണ്, പരസ്പരം ഷെയ്ഖാന്റെ കൊടുത്തുറങ്ങിയവരാണ്.
പരസ്പരം ഫോണിലൂടെ ചവരാ 3 കാലിന് ഉരുൾ പൊട്ടിയത് അവരെ അറിയുന്നില്ല, ആ നാട്ടുകാരെ അറിയുന്നില്ല. നേരം വെളുക്കുമ്പോ ആ ഗ്രാമവീതിയിൽ ചവരെ കാണുന്നത് അത്ഭുതം കാഴ്ചയാണ്, അത്ഭുത കാഴ്ചയാ. അങ്ങനെ ഒരു വീടേ അവിടെ ഇല്ല. ഖുർആനെ കഅല്ലം തഗ്ന ബിൽ അംസി, ഇന്നലെ ഒരു വീട് ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ഇങ്ങനെ ഒരു വീട് ഇവിടെ ഇല്ലാത്ത മാതിരി അല്ലാഹു ആ ഭൂമിയെ നിരപ്പാക്കി കളഞ്ഞു. എല്ലാരും പറഞ്ഞില്ലേ നേരം വെളുത്തപ്പോ അറിഞ്ഞോ സംഭവം? ഇടുക്കിയിലെ ഭൂമി കുലുക്കം, ഉരുൾപൊട്ടൽ, ഒരു വീട് ഒലിച്ചുപോയി, 4 പേരൊരു കുടുംബത്തിൽ ഒലിച്ചുപോയി, കുട്ടി ഒലിച്ചുപോയി, തള്ള ഒലിച്ചുപോയി. പറഞ്ഞില്ലേ അബീവേ? എന്താ മിണ്ടാത്ത നിങ്ങള്? പറഞ്ഞില്ലേ? അത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞാ പറയുമെന്ന് ജനങ്ങൾ നേരം രാവിലെ അല്ലേ പറഞ്ഞത്? ഇങ്ങനെ സംഭവിച്ച് നമ്മൾ അറിയില്ലല്ലോ. ഇനി അവിടെ ഉള്ളവർ അറിഞ്ഞു കാണും, പക്ഷെ നമ്മൾ അറിഞ്ഞ രാവിലെയാ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അറിഞ്ഞോ അടിമാലിയിൽ ഉരുൾപൊട്ടൽ, ഇടുക്കിയിൽ ഉരുൾപൊട്ടൽ, ഇന്ന സ്ഥലത്ത് ഉരുൾപൊട്ടൽ, കോഴിക്കോട് ഉരുൾപൊട്ടൽ. ഇതെല്ലാം ഉരുൾപൊട്ടി എന്ന് പറയുമ്പോൾ ഇത്ര വീട് പോയി, ഇത്ര പേര് പോയി, ഇത്ര ആളുകളെ കാണാനില്ല. അവർ വിളിച്ചു പറയുകയാണ്, ഇന്ന കുടുംബക്കാരെ കൊണ്ട് വീട് ഇതാ മുങ്ങിയിരിക്കുകയാണ്, വീട് ഇതാ ഒഴിച്ചു പോയിരിക്കുകയാണ്, ഭൂമി ഇതാ താഴ്ന്നിരിക്കുകയാണ്. ആകെ മൊത്തത്തിൽ വിഷമം, പ്രയാസം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട സ്വഹാബത്ത് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം എന്താണ് നബിയേ? ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ അയച്ചതുപോലുള്ള പ്രളയങ്ങളാണ് അയക്കുക. സുനാ പരീക്ഷിക്കും, അതേപോലെ കടൽക്ഷോഭത്തെ കൊണ്ടും വെള്ളപ്പൊക്കത്തെ കൊണ്ടും അല്ലാഹു പരീക്ഷിക്കും അത്രേ. മാത്രമല്ല ആദ് സമൂഹത്തിന്റെ നേർക്ക് അല്ലാഹു തആല അയച്ച ഭയങ്കരമായ കാറ്റ്, അരീഹൽ ലഖീൻ വല തുർസിലന്ന അല്ലാഹു അലൈഹിം അരീഹൽ അഖീം. ഒരു ഗുണം ചെയ്യാത്ത ആർക്കും ഗുണമില്ലാത്ത കൊടുങ്കാറ്റ് കൊണ്ട് അല്ലാഹു അവരെ പരീക്ഷിക്കുമെന്ന് റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞപ്പോ സഹാബാക്കൾ ചോദിക്കുകയാ, അതിന്റെ കാരണങ്ങൾ എന്താണ് നബിയേ? ബീനാ റസൂൽ പറഞ്ഞു, 5 കാരണങ്ങളാണ് സഹാബാ. അതിനുള്ള കാരണങ്ങൾ 5ആണ്. 1 ബിഹിം അൽ ഖംറ, അവർ മദ്യം കുടിക്കുന്നതിന്റെ പേരിലാണ്, കഞ്ചാവ് കഴിക്കുന്നതിന്റെ പേരിലാണ്. മദ്യമൊക്കെ കല്ലി വലിയ അതൊക്കെ പോയി സംഭവം, അതൊക്കെ ജ്യൂസ് പോലെയുള്ളൂ. ഇപ്പൊ അതൊന്നും പോരാ, മറ്റേ സാധനം വേണം. അത് പോയി ഇഞ്ചക്ഷൻ. ഇത് നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ കൊച്ചുകുട്ടികളടക്കം 10ാം ക്ലാസ്, 12ാം ക്ലാസ്, 13ാം ക്ലാസ്. കഴിഞ്ഞ ആഴ്ച പത്രത്തിൽ വന്നില്ലേ, വെഴിഞ്ഞത്ത് ഒരു ഉമ്മയെ കൊന്നത് ആര്? 15 വയസ്സുള്ള പയ്യൻ, സ്വന്തം മകൻ കഞ്ചാവിനടിറ്റ്. 5 കാര്യം. ഒരു ഹദീസ് തുറക്കട്ടെ. വേറെ ഭൂകമ്പം ഉണ്ടാകാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു ആയിഷ ബിയുടെ അരികിലേക്ക് പോയി. എന്തുകൊണ്ടാണ് നിങ്ങൾ ഉണ്ടാകുന്നത് ഒന്ന് പറഞ്ഞു തരുമോ? കേട്ടോണം, നല്ലപോലെ കേട്ടോണം. ഇനി അടുത്ത് ഉണ്ടാകുമ്പോൾ ഈ ഹദീസൊക്കെ ഓർമ്മ വരാൻ വേണ്ടിയിട്ടാണ്. ഉണ്ടാവൂല എന്നും പറഞ്ഞ് തൗബ ചെയ്തുകൊണ്ടെല്ലാം പോയൊന്നും പേടിക്കൊന്നും വേണ്ട. ചിരുത്തേക്ക് അവിടെയൊക്കെ ഒരുപാട് ബർക്കത്തുണ്ട്. പേടിച്ചു നബിയുനാ സഫീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദസ്തഗ്നൻ നിസാഉ ബിന്നിസാ വർരിജാലു ബിർരിജാൽ ഫബശ്ശിർഹും ബിരീഹിൻ ഹംറാ തഖ്റുജു മിൻ ഖിബലിൽ മശ്രിഖി ഫതഖഫയു ബിബഅൽ. ഭൂമിക്കുള്ളിൽ നിങ്ങൾ അതിലേക്ക് നിങ്ങൾ താഴ്ന്നു പോകും, ആണ്ടുപോകും, ചെളിയിൽ കുടുങ്ങിപ്പോകും, പൊതഞ്ഞു പോകും. അല്ലാഹു റസൂൽ പറഞ്ഞു, അങ്ങനല്ലേ എടുത്തത് ഇടുക്കിയില് ചെളിക്കുണ്ടിൽ നിന്ന്. ആരാന്ന് മനസ്സിലായില്ല. കാല് പിടിച്ചപ്പോൾ കാല് മാത്രം അടർന്നു വന്നു. ആ കാല് ആരുടെയാന്ന് അറിയാൻ വേണ്ടി DNA ടെസ്റ്റ് നടത്തി. DNA പെണ്ണിന്റെ ആണോ ആണിന്റെ ആണോ എന്ന് മനസ്സിലാക്കാൻ. അത്രത്തോളം അവസ്ഥ. അതിന്റെ പറഞ്ഞത് അല്ലാതെ പന്നിയെ പോലെ, അതല്ലാതെ കുരങ്ങനെ പോലെ കോലം മറിക്കുന്നില്ല. നമ്മുടെ ഈ നിലവിലുള്ള കോലം മാറിപ്പോകും. ശരിയല്ലേ?
ഫോട്ടോ നിങ്ങൾ കണ്ടില്ലേ? കോലങ്ങൾ എങ്ങനെയാണ്? നഊദുബില്ലാ നഊദുബില്ലാ നഊദുബില്ലാ. അല്ലാഹു നീ കാക്കണേ പടച്ചവനെ, അല്ലാഹു നീ കാക്കണേ പടച്ചവനെ, അല്ലാഹു നീ കാക്കണേ പടച്ചവനെ. വിശുദ്ധങ്ങൾ പ്രത്യേകം നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞു. നമസ്കാര ശേഷം നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. കാന യസ്തഈദു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് ഇസ്തആദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ എപ്പോഴും കാവൽ ചോദിക്കും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഫിത്നതി മാ ളഹറ മിൻഹാ വമാ ബത്തൻ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫിത്നി മാ ളഹറ മിൻഹാ വമാ ബത്തൻ. അല്ലാഹുവേ, രഹസ്യമായി ഒളിഞ്ഞതും തെളിഞ്ഞതുമായ ഫിത്നകളിൽ നിന്ന്, ഈ പരീക്ഷണങ്ങളിൽ നിന്ന്, പടച്ചവനെ, ഈ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ. അല്ലാഹുവേ, ഞാൻ നിന്നോട് അഭയം തേടുന്നു പടച്ചവനെ എന്ന് ആദരവായ റസൂലുള്ളാഹി തങ്ങളെ ദുആ ചെയ്യുമായിരുന്നു. എല്ലാ നമസ്കാര ശേഷവും നമ്മളോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളും അങ്ങനെ ദുആ ചെയ്യണേ. എവനതിനുള്ള സമയം? അല്ലാഹയോട് ചോദിക്കാൻ എവനതിനുള്ള സമയം? അല്ലാഹു റസൂൽ അതുവരെ നമുക്ക് പഠിപ്പിച്ചു തന്നു. അപ്പൊ നമ്മുടെ കോലം തന്നെ മറിക്കപ്പെടും. എന്താ കാരണം? പ്രകൃതി വിരുദ്ധ ലൈംഗികത അധികരിച്ചാൽ അനുവാദം കിട്ടിയില്ലേ? ഇന്ത്യയിൽ അനുവാദം കിട്ടിയില്ലേ? ആ മൂള് നിങ്ങൾ മൂളിയെങ്കിലില്ലേ? അല്ലെങ്കിൽ ഞാൻ വെറുതെ കള്ളത്തരം പറഞ്ഞിട്ട് പോവാന്ന് പറയും. എന്ന് പറഞ്ഞാൽ ആണുമായിട്ട് പെണ്ണുമായിട്ട് എന്തിനുള്ള അനുവാദമായി? അപ്പൊ ഇനി മുസ്ലിയാരാണ് മദ്രസ കുട്ടിയെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് പരാതിയായിട്ട് വരാൻ പാടില്ല. അനുവാദം പൊതു അനുവാദമായി, സുപ്രീം കോടതി ഉത്തരവ് അല്ലേ? പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ എങ്ങാനും ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? കോലം മറിക്കപ്പെടും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. സുപ്രീം കോടതി ആണെങ്കിൽ അനുവാദിയാന്നും പറഞ്ഞ് ഏതെങ്കിലും പരിപാടിക്ക് പോകാൻ പറ്റുമോ? വേറൊരു അനുവാദം കൂടെ കിട്ടി. എന്താണ്? വിവാഹേതര ബന്ധം. ഇല്ല കിട്ടിയില്ലേ? ഇവിടെ വന്നില്ല റിപ്പോർട്ട്. അതുകൊണ്ടൊരു ഗുണമുണ്ടായി. എന്താ ഗുണം എന്ന് പറഞ്ഞാൽ, കെട്ടിയോനും 2 മുറിയിലായിരുന്നു. ഇപ്പൊ ഒരു മുറി കിടക്കാൻ തുടങ്ങിയവര്. ചില വീടുകളിലൊക്കെ അങ്ങനെ അല്ലേ ഉസ്താദേ? ചില വീടുകളിലൊക്കെ അങ്ങനെയാണ്, ഭാര്യ വേറെ ഭർത്താവ് വേറെ. അതുകൊണ്ട് ഇപ്പൊ ഒരു മുറിയിൽ കിടക്കാൻ തുടങ്ങി. അതും കൊള്ളാം, സുപ്രീം കോടതിയുടെ നല്ലൊരു ഉത്തരവാദം. എന്തിനാ? സ്നേഹം കൊണ്ടല്ല, അടിച്ചു മാറ്റുമോ എന്ന് പേടിച്ചിട്ട്. സ്നേഹം കൊണ്ടത് അങ്ങനെ നടക്കില്ല. കൊള്ള എത്ര പ്രാവശ്യം അവള് പറഞ്ഞു, ഇവിടെ വന്ന് കിടക്ക. പോട്ടെ, ഞാൻ കൊണ്ടൊന്നും കയറുന്നില്ല. വന്നപ്പോഴേ ഒരാൾ പറഞ്ഞു, ഉസ്താദേ നമ്മുടെ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്, അച്ഛ അതൊന്നും പറയല്ലേ. ഞാൻ അതൊന്നും പറയുന്നില്ല, പോട്ടെ. ചില വിഷയം പറഞ്ഞ് ഞാൻ പറയൂല, അറിയാതെ ചിലപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ കുനിഞ്ഞിരുന്നേക്കണമെന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിവാഹേതര ബന്ധം എന്തുകൊണ്ടാണ് ഭൂകമ്പുണ്ടെന്നൊരു ഹദീസ് കേട്ടോ. അതോടെല്ലാം പറഞ്ഞുതരാം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അള്ളാഹു മോനെ വക്കനെടുക്കുന്നുണ്ട്. ചങ്ങാതിമാരെ, സമയമാകുമ്പോൾ ഇവിടെ കൊണ്ട് വെച്ചേരെ, ഞാൻ പറയാം. 2 മണിക്കൂർ പ്രസംഗിക്കണം. 9:40 തുടങ്ങിയല്ലയോ? ആന്നോ? 9:30 10:30 11:30ക്ക് മുമ്പ് തീർക്കണം. എൻ്റെ വീടിനടുത്ത് ഒരാൾ മരണപ്പെട്ടു. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പോകണം. പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി. എന്നാലും കുഴപ്പമില്ല, ഇത്രയൊക്കെ കേട്ടില്ലേ? ഇനി എന്ത് കുലുങ്ങാനെല്ലാം കുലുങ്ങിക്കൊണ്ടിരിക്കുകയാണ് സംഭവം. ചില സഹാബാക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്ന് ചോദിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു. فقال لها الرجل يا أم المؤمنين حدثني عن الله. ഭൂകമ്പം ഉണ്ടാകുകയും ഭൂമി കുലുക്കം ഉണ്ടാകുന്നതിന് കാരണം ഒന്ന് പറഞ്ഞതാ. എന്തുകൊണ്ടാണ് ഭൂമി കുലുങ്ങുന്നത്? പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് പ്രകൃതിയുടെ ദുരന്തങ്ങൾ സംഭവിക്കുന്നത്? അതിന്റെ കാരണം ഒന്ന് പറഞ്ഞതാ. ബഹുമാനപ്പെട്ട മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, 3 കാരണം. മഹദി അവർ പറഞ്ഞു 3 കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ 5 കാരണം, അത് വേറെ. അതിൽ ഒന്ന് ഞാൻ പറഞ്ഞു വെച്ചിട്ടുള്ളൂ. അതിന്റെ അംശം വരുന്നുണ്ട്. അതായത് ഇതും കൂടെ ചേർത്ത് പറയുന്നത്. നല്ലപോലെ ശ്രദ്ധിച്ച് കേൾക്കണം ഇൻഷാ അല്ലാഹ്. നമ്മൾ പൈസ എന്തിലും കുഴപ്പമില്ല, വാത് കേട്ടിട്ട് പോകും. ബഹുമാനപ്പെട്ട ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, നല്ലപോലെ കേൾക്കണം. ഇപ്പൊ നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞത് എത്ര വലിയ കാര്യമാണ്. വിവാഹേതര ബന്ധം അനുവദനീയല്ലേ? വിവാഹേതര ബന്ധങ്ങൾ അനുവദനീയമാകുന്ന ഒരു കാലം വന്നാൽ, ഞാൻ പറഞ്ഞ വാക്കല്ല, മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ. ഭൂകമ്പം ഉണ്ടാകാനുള്ള കാരണം അനസ് റളിയല്ലാഹു തആല അൻഹു പോയി ചോദിച്ചു. ഭൂകമ്പം ഉണ്ടാകാനുള്ള കാരണം എന്താന്ന് പറഞ്ഞതാ മഹദി അവർകളെ. അപ്പൊ പറഞ്ഞു കൊടുത്ത മറുപടിയാണ്, ഇദസ്തബാഹു അസ്സിനാ വശുരിബത്തിൽ ഖുമൂർ വളറബു ബിൽ മആസിഫി
ഗാറല്ലാഹു ഫീ സമാഇ ഫഖാല അല്ലാഹു ലിൽ അർളി തസൽസലി ഫഇൻ താബൂ വനസഉ വഇല്ലാ അഹ്ദിംഹാ അലൈഹിം. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ വാക്ക. 3 കാരണങ്ങളാ മഹദി അവരോട് പറഞ്ഞത്. ഭൂമി കുലുങ്ങാനുള്ള കാരണം 3 കാരണം. എന്താ പറഞ്ഞത്? 1, ഇദസ്തബാഹു അസ്സിനാ, വിവാഹേതര ബന്ധങ്ങൾ അനുവദനീയമാകുമ്പോൾ. മുസ്തഹബ്, ഇസ്തിഹ്ബാബ്, ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളവരുമായിട്ട് എന്തുമാകാം. വന്നില്ല നിയമം. ഇതിനു മുമ്പ് ഇസ്ലാം പറഞ്ഞില്ലേ ഇങ്ങനെ വരുമെന്ന്? ഇസ്ലാം പറഞ്ഞില്ലേ? ഇതിന് ഉപോത്ബലകമായി വേറെ ഹദീസുകളുണ്ട്. ഇങ്ങോട്ടേക്കൊന്നും പോയാൽ ഇന്നൊന്നും പ്രസംഗവും തീരൂല, 35 പാക്കറ്റും കിട്ടൂല. ഇങ്ങോട്ടൊന്നും പോകുന്നില്ല സംഭവം. ഇഷ്ടം പോലെ ഉണ്ട്. ഇന്നും നാളെ ഒന്നും പറഞ്ഞാൽ തീരൂല. ഇത് മൊത്തം ഓരോന്നോരോന്നോ എല്ലാ നിയമങ്ങളും അല്ലാഹു റസൂൽ പറഞ്ഞിട്ട് അവിടെ പോയത്. എല്ലാം ക്ലിയർ എല്ലാം പറഞ്ഞിട്ടാ പോയത്. ഒന്നും ഇനി പറയാൻ ബാക്കി വെച്ചിട്ടില്ല. ഇല്ല. ഇദസ്തബാഹു അസ്സിന, വിവാഹേതര ബന്ധങ്ങൾ അനുവദനീയമാകുന്ന കാലം വന്നാൽ. എന്താ സംഭവം ഇല്ലേ? അനുവദനീയമായ ഒരു കാലം വന്നില്ല. ഇനി എന്താ ഇപ്പൊ സംഭവം ഇതിനകത്ത്? ഇനി എന്താ പറയാൻ? എത്രത്തോളം എന്ന് വെച്ചാൽ പെണ്ണുങ്ങൾ പരസ്യമായിട്ട് ഈ പരിപാടിക്ക് പോകുന്ന പറഞ്ഞത്. പരസ്യമായിട്ട് ഇപ്പൊ ആകാൻ കുഴപ്പമില്ല. അത് അതീതുണ്ട്. അരിച്ചാണല്ലോ ഇപ്പൊ വലിയ കാര്യം. സ്കൂളിലും ബൈക്കിനകത്തൊക്കെ കയറിയിരുന്ന് പോകുന്ന പോക്ക് കണ്ടു കഴിഞ്ഞാൽ ജിറാഫ് പോകുന്ന പോലെ ഇരിക്കുന്നെങ്കിൽ പോക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ പറയണം. സ്കൂളിലൊക്കെ പോകുമ്പോ എന്താ സംഭവം? ഞാൻ ഇന്നിപ്പോ കേട്ടു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ തമ്മിൽ ലവ് വന്നു. എന്താ റബ്ബേ ഇത് എവിടെ കൊണ്ടുവച്ചാ ലവ് ഉണ്ടാക്കുന്നതെന്നുള്ള നമ്മളറിയാൻ പറ്റും. 4ാം ക്ലാസ്സിൽ ഉണ്ട്. അത് പറഞ്ഞ അമ്മമാര് ചിരിയുണ്ടാവും. കൊച്ചു കുണ്ടന്മാര് കൊള്ളാം. മാരുടെ ചിരി ഉണ്ട്. അത് തന്നെയാണ് പേര്. ഇപ്പോഴേ പഠിച്ച് ആ സാധനത്തിന്റെ പേര് ഇപ്പോഴേ അമ്മമാർ. അല്ലെങ്കിൽ അവർ ഒരു നാളെ കുട്ടികൾക്ക് പോലും അങ്ങനെ ആയിപ്പോയി. ആലോചിച്ച് നോക്ക് ഹബീബേ, ഇല്ലേ? ഇനി വളർന്നുള്ള അവസ്ഥ എന്താ? പണ്ട് നമ്മൾ മുസ്ലിയാരായത് നന്നായി, അല്ലെങ്കിൽ നമ്മൾ ഇതിനേക്കാൾ ഏറ്റവും വലിയ ലവറായി പോയനെ. അള്ളാഹ് നമ്മളെ സംരക്ഷിച്ച. ഇതൊക്കെ ഉള്ളത് കൊണ്ട് പേടിയാ. പെണ്ണുങ്ങൾ ഇങ്ങോട്ടും എടുക്കൂല, നമുക്ക് അങ്ങോട്ടും എടുക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലല്ലോ. ആർക്ക് മനുഷ്യന്മാർ ആഗ്രഹമില്ലാത്ത? മലക്കുകൾ പോലും ആഗ്രഹിച്ചല്ലേ. നിങ്ങളെന്താ പറഞ്ഞ 6 മാറുന്ന ചരിത്രം എന്താ? നിങ്ങളെന്താ വിചാരിച്ചതൊക്കെ? അതൊക്കെ പോട്ടെ, പക്ഷേ അതിലേക്കൊന്നും കിടക്കണ്ട. അപ്പൊ ഞങ്ങളെ മാത്രം ഞങ്ങൾ കുറ്റം പറയരുത്. ഞങ്ങൾ നിങ്ങളെ പോലെ മനുഷ്യന്മാരൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങളെ മാത്രം കുറ്റം പറയണ്ട. അള്ളാഹ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ ഇഫത്തിലാക്കട്ടെ. ദുനിയാവി ഉഖ്റവി ഫളീഹത്തിൽ നിന്ന് യാ അല്ലാഹ് നീ കാക്കണേ റബ്ബേ, നീ കാക്കണേ റബ്ബേ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഒരു കാലം വരും. എന്താ റബ്ബേ, ഹബീബായ തങ്ങളുടെ വാക്കുകൾ കേട്ട് കഴിഞ്ഞാല് ഓരോരോ സംഭവം വരുമ്പോൾ നമ്മളെ ഓരോ ഹദീസുകളൊക്കെ നോക്കും. പടച്ചനെ എന്ത് ഇന്നലെ ഇറങ്ങിയതാണോ? لا تقوم الساعة حتى يتصافد الناس تصافد البهائم في الطريق. ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. പരസ്യമായി ജനങ്ങൾ നടുറോഡിൽ വെച്ച് മൃഗങ്ങളെ പോലെ വേഴ്ച നടത്തുന്ന ഒരു കാലം വരാതെ ലോകം അസ്തമിക്കുകയേ ഇല്ല എന്ന് ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ. മൃഗങ്ങളെ പോലെ. മൃഗങ്ങൾ റോഡ് സൈഡിലല്ലേ? മൃഗങ്ങൾക്ക് അങ്ങനെ വല്ല ഉണ്ടോ? നമ്മളെ പറയണം എന്താടാ മൃഗത്തെ പോലെ എന്ന് നമ്മൾ പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? മൃഗങ്ങളെ പോലെ ഇവനും തുടങ്ങി. വഴിയോരങ്ങളില്, റോഡിന്റെ സൈഡില് ഞങ്ങൾ പറഞ്ഞ വാക്കാണ്. അപ്പൊ എന്താ അടുത്തത് സംഭവിക്കുന്നത്? 3 കാര്യം. ഒന്നുകൂടെ വേറൊരു ഹദീസ്. ഓരോന്ന് വേറെ പോകും. അതാണ് ഇപ്പൊ. അപ്പൊ ആദ്യത്തെ വിട്ടുപോകും. അതല്ലേ ഈ പ്രശ്നങ്ങള്. അല്ലാഹുവേ, ലോകത്ത് ഇത് അനുവദിക്കപ്പെട്ട സ്ഥലമാണ് അമേരിക്ക. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വിവാഹേതര ബന്ധം അനുവദിക്കപ്പെട്ടു. വർഷത്തിൽ 56,300 എയ്ഡ്സ് രോഗികൾ ഉണ്ടാകും. വർഷത്തില് 18,000 പേര് വർഷത്തിൽ മരണപ്പെട്ടു പോകുന്നു. 3 ലക്ഷം അവിവാഹിതകൾ ഗർഭിണികളാണ്. 3.5 ലക്ഷം പെണ്ണുങ്ങളുടെ ഗർഭം അലസുന്നു. അവിടെ അബോർഷൻ നടത്തുന്നു അമേരിക്കയില്. ഒരു പുസ്തകത്തിലുള്ളതാ. പുസ്തകത്തിന്റെ പേരെന്താ? ഫാദർലെസ് അമേരിക്ക. തന്തയില്ലാത്ത അമേരിക്ക. പുസ്തകത്തിന്റെ പേരാ.
അപ്പൊ അതിന്റെ അർത്ഥം എന്താ? വാപ്പാട് ആവശ്യമുണ്ടോ ഇതിനുമല്ലോ? വരുന്നവനും പോകുന്നവനും ഒക്കെ കയറി ഇറങ്ങാവുന്ന സൂപ്പർ മാർക്കറ്റായി മാറി പെണ്ണുങ്ങള്. ഇഷ്ടമുള്ളവന് വരാം, ഇഷ്ടമുള്ളവർക്ക് പോകാം, അങ്ങനെ ആയി മാറിയില്ലേ? ഇത് പാശ്ചാത്യ സംസ്കാരമാണ്, ഇന്ത്യൻ സംസ്കാരമല്ല. ഇന്ത്യയിലും അങ്ങനെ നിയമം വന്നുപോയി. എന്റെ മുസ്ലിം സഹോദരി സഹോദര, നമ്മൾ സൂക്ഷിച്ചു. നമ്മുടെ ദീൻ അല്ലാഹു നമ്മളെ അനുഗ്രഹിച്ച ദീനാണ്. നമ്മൾ സൂപ്പർ മാർക്കറ്റൊന്നും അല്ല, അമ്മക്ക് കാശറിന് ഇരിക്കാൻ ഒരു സ്ഥാനമുണ്ട്, അയാൾക്ക് മാത്രമേ അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ, വേറെ ആർക്കും അവിടെ കയറി തോണ്ടാൻ പറ്റൂല. അത് പരിശുദ്ധമായ ശരീഅത്തിന്റെ നിയമമാണ്. തങ്ങൾ പറഞ്ഞു, 3 കാര്യങ്ങൾ അധികരിച്ചാൽ എന്റെ ഉമ്മത്ത് ശരീഅത്തിൽ നിന്ന് പുറത്തു പോകും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എന്താ സംഭവം? لا تزال الأمة على هذه الشريعة إلا ظهر فيهم ثلاث كما قال رسول الله. 3 കാര്യങ്ങൾ വെളിപ്പെട്ടാൽ എന്റെ ഉമ്മത്ത് ശരീഅത്തിൽ നിന്ന് പുറത്താണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. 1 മാലം യുഖ്ബൽ മിൻഹുൽ ഇൽം, അവരിൽ നിന്ന് ഇൽമ് പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ എന്റെ ഉമ്മത്ത് ശരീഅത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമത്രേ. അല്ലാഹുവേ, എങ്ങനെയാണ് ഉമ്മത്ത് ഇൽമ് പിടിക്കപ്പെടുന്നത്? മഹാന്മാരായ പണ്ഡിതന്മാര് മരണപ്പെട്ടു പോകലാണ്. ദീനിന്റെ സഭകൾ ഉണ്ടാവുകയില്ല, ദീനിന്റെ സദസ്സുകൾ ഉണ്ടാവുകയില്ല. ദീന് പറഞ്ഞാൽ കേൾക്കാൻ ഈ ഉമ്മത്തിനൊരു താല്പര്യവും ഉണ്ടാവുകയില്ല. ഈ അടുത്ത സമയത്ത് മഹാന്മാര് എത്ര പേരാണ് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയത്? വടക്ക് മഹത്തുക്കൾ, തെക്കൻ കേരളത്തിൽ ഖിദ്മത്തെടുത്ത ഇന്നലെ മരണപ്പെട്ട ബഹുമാനപ്പെട്ട ശൈഖുന ബീരാൻകുട്ടി ഹസ്രത്ത് നവ്വറല്ലാഹു മർഖദഹു, അല്ലാഹു അവിടുത്തെ ദറജാത്തുകൾ ഉയർത്തി കൊടുക്കട്ടെ. പടച്ചവനെ ദറജാത്തുകൾ ഉയർത്തണേ അല്ലാഹ്, അവരുടെ സയ്യിആത്തുകൾ ഹസനാത്തുകളാക്കണേ അല്ലാഹ്. മഹാന്മാരോടൊപ്പം സ്വാലിഹീങ്ങളോടൊപ്പം ഞങ്ങളെ നീ സ്വർഗ്ഗത്തിലെത്തിക്കണേ അല്ലാഹ്. അതിനു മുമ്പ് എത്രയോ സഹോദരങ്ങൾ, മഹാന്മാരായ പണ്ഡിതന്മാര്, തലയെടുപ്പ് പണ്ഡിതന്മാർ മരണപ്പെട്ടില്ലേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഇൽമുകൾ പിടിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ ആത്മീയ ആചാര്യന്മാരായ സാലിഹീങ്ങളായ മഹത്തുക്കൾ മരണപ്പെട്ടു പോകലാണ്. എന്നെ പോലുള്ള ചണ്ടികൾ മാത്രം അവശേഷിക്കും. ചണ്ടികള്, സാലിഹീങ്ങളൊക്കെ പോകും, നല്ല നല്ല മഹാന്മാർ പോകും, ചണ്ടികൾ മാത്രം അവിടെ കാണും. ചാവൂല്ല, ചാക്കാലയില്ല, അങ്ങനത്തെ കുറെ എണ്ണം മാത്രം. ആലിമീങ്ങൾ പറയുന്ന വാക്കുകൾക്ക് വില കാണുകയില്ല. എന്റെ ഉമ്മത്തികളുടെ മേലൊരു കാലം വരും, ആലിമീങ്ങളുടെ വാക്കുകളെ അവർക്ക് വില കൊടുക്കുകയില്ല. മെമ്പറിൽ മെഹറാബിലും കല്യാണ വീട്ടില് ഗാനമേള പാടില്ല എന്ന് പറഞ്ഞ മുസ്ലിയാരെ പെട്ടികെട്ടിക്കോളം പറയും. യാ അല്ലാഹ്, എന്നാ ഞാൻ ഹക്കല്ല പറഞ്ഞത്, ഹക്കൊക്കെ തന്നെയാണ്. പക്ഷെ അയാളാ നമ്മുടെ പള്ളിയുടെ മിനാരം പണിഞ്ഞത്, മെമ്പർ പണിഞ്ഞത്, നമ്മുടെ പള്ളിയുടെ ചെലവ് നിലനിർത്തിക്കൊണ്ട് പോകുന്നത് അയാളാണ്. അയാൾക്കെതിരെ എങ്ങാനും പറഞ്ഞ മുസ്ലിയാരെ പ്രസംഗിക്കുമോ? പാവം പിടിച്ച എന്നെ പോലുള്ളവനായി വാള് പറഞ്ഞെങ്കിലും ജീവിക്കും. ഈ പാവം പിടിച്ച മുസ്ലിയാക്കന്മാരെ കുറിച്ച് 10,000-3,500 രൂപ ശമ്പളം കിട്ടുന്ന ആള് അവിടെ പള്ളി മെമ്പറിൽ പോയി നിന്നുകൊണ്ട് കമ്മിറ്റിക്കാർക്കെതിരെ പ്രസംഗിക്കാൻ പറ്റുമോ? അപ്പോഴേ പറഞ്ഞു വിടൂലേ? എന്ത് ചെയ്യാൻ പറ്റും? അതാണ് നബി തങ്ങൾ പറഞ്ഞ ഒരു കാലം വരും, മുസ്ലിയാക്കന്മാരുടെ വാക്കുകളെ സ്വീകരിക്കയില്ല. അത് എന്റെ ഉമ്മത്ത് ശരീഅത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിന്റെ അടയാളമാണ്. പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ. അല്ലേ? ഇവിടെ ആകുമ്പോ നമുക്ക് റാഹത്തായിട്ട് പറയാമല്ലോ, വച്ചക്ക് ഇവന്മാരെന്നെ അടുത്ത പ്രാവശ്യം വിളിക്കൂല എന്നല്ലേ ഉള്ളൂ. എടാ, ആ പണ്ടാരത്തെ എങ്ങാനും ഇവിടെ കൊണ്ടുവന്നാൽ ഞങ്ങൾ പൈസ തരൂല, ഒരു പ്രശ്നവും ഇല്ല. അൽഹംദുലില്ലാ, ഇപ്പോഴെങ്കിലും കേൾക്കാനും പറയാനും തൗഫീഖ് കിട്ടിയില്ലേ, അത് മതി. ദീൻ പറയുന്നതിന് എന്താ പേടി? അള്ളാഹുവിന്റെ റിസ്ക് വരുന്നത് പച്ചയ്ക്ക് എവിടെയും പറയാം. എന്റെ പള്ളിയിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ അവിടുത്തെ കമ്മിറ്റിക്കാരൻ എന്തായാലും തോന്നിയാസങ്ങളെ ഞാൻ വിളിച്ചു പറയും. എനിക്ക് പേടിയൊന്നുമില്ല, അള്ളാഹല്ലേ പേടി. പിന്നെ ആരെ പേടിക്കാൻ? റിസ്ക് വരുന്ന അള്ളാഹല്ലേ, നമ്മൾ ആരെ പേടിക്കാൻ? ഹക്ക് പറയണ്ടേ? പിന്നെ ഹക്ക് പറയണ്ടേ? ഹക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. പിന്നെ ആരും ഇത് പറഞ്ഞു കൊടുക്കും? ചെയ്യുകയോ ചെയ്യാതിരിക്കും, അത് വിഷയം വേറെ. പറയേണ്ട ബാധ്യത നമ്മുടെ ബാധ്യതയാണ്. നമ്മളത് പറയുക, അതാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒന്ന് മാലം യുഖ്ബൽ മിൻഹുൽ ഇൽം, ഇൽമ പിടിക്കപ്പെടാതിരിക്കുക. ഇൽമ പിടിക്കപ്പെട്ടു, ഇൽമ കേൾക്കാൻ ഇതേപോലെ ഇൽമിന്റെ സദസ്സ് വഅദിന്റെ സമൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ ശരീഅത്തിൽ നിന്ന് പുറത്തു പോകും. കാരണം ഇൽമ കിട്ടുന്നില്ല, ജാഹിലത്തായി പോയി, ജാഹിലീങ്ങളായി പോയി, അതപ്പതിച്ചു പോയി, ചില നാളില്ലാതെയായി, സദസ്സില്ലാതെയായി. അപ്പൊ നമ്മൾ അനാചാരത്തിന്റെ ചെളിക്കുണ്ടിലേക്ക് വീണുപോയി. നബി തങ്ങൾ പറഞ്ഞ വാക്കാണ്. 2
മാലം യുൽഹർ ഫീഹിം വലദുൽ ഖിൻസ്. വലദുൽ ഖിൻസ് ഐ വലദുൽ ഖനസ്, ജാരസന്താനങ്ങൾ അധികരിക്കുന്ന ഒരു കാലം വന്നാൽ അന്ന് ഈ ഉമ്മത്ത് ശരീഅത്തിൽ നിന്ന് പുറത്തു പോകും. ജാരസന്താനങ്ങൾ അധികരിക്കാൻ പോകുന്നത് എപ്പോഴാണ്? വിവാഹേതര ബന്ധങ്ങൾ അനുവദനീയമാകുമ്പോൾ ജാരസന്താനങ്ങൾ അധികരിക്കും. 3 ലക്ഷത്തോളം ജാരസന്താനങ്ങളാണ് അമേരിക്കയിലെന്ന് ആ കിതാബിൽ കാണാം, ആ പുസ്തകത്തില് ഫാദർലെസ് അമേരിക്ക എടുത്തു വെച്ച് പരിശോധിച്ച് നോക്കിയോ, നെറ്റൊക്കെ അടിച്ചു നോക്കിയാൽ കാണാം. അതിൽ കാണാം 3 ലക്ഷത്തോളം തന്തയില്ലാത്ത മക്കള്. ചുമ്മാ അല്ല ആളുകൾ തന്തയില്ലാത്തവനെന്ന് വിളിക്കുന്നത് ഇല്ലേ? തന്തയില്ലാത്തവനെന്ന് വിളിച്ചാൽ തന്തയില്ലാത്ത മക്കളുണ്ടാവില്ല, പക്ഷെ ഒറിജിനൽ തന്തയില്ലാത്തവരെന്ന് വിളിക്കണം. അതായത് അസൽ അബു മാഫി ലക് യാ അഖി ലാ മാഫി അസലില്ലാത്ത തന്തയില്ലാതിരിക്കില്ല, തന്ത എല്ലാവരും കാണുമല്ലോ. നമ്മളിപ്പോ തന്ത കൊണ്ട് ഇവിടെ ചെയ്ത തമിഴ്നാട്ടിൽ തന്തൈ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ മഹത്തായ വാക്കാണ്. തായ്മാർകളെ, തന്തൈകളെ, ഗണ്ണിയമിക്ക്, അൻപുക്കുറിയ തായ്മാർകളെ, ആസിരിയർകളെ എന്നൊക്കെ പറഞ്ഞ അവരുടെ വാക്കുകളാണ്. അത് തന്തൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവിന് മഹത്വം നൽകി പറയുന്ന വാക്കാണ്. നമ്മൾ തന്ത എന്നങ്ങനെ പറഞ്ഞാൽ അവന്റെ മൂക്കാമ്പട്ട അടിച്ചെല്ലാം കൂടെ നിർത്തോളാം സംഭവം. തന്ത എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എല്ലാം നമ്മൾ മനസ്സിലാക്കണം. ഓരോരോ ഭാഷകൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞ വാക്കെന്താ? വലദുൽ ഖിൻസ് അധികരിക്കും. വലദുൽ ഖിൻസ് പറഞ്ഞാൽ ഈ പറഞ്ഞ സാധനങ്ങൾ, ജാരസന്താനങ്ങൾ അധികരിക്കും. അത് അധികരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ശരീഅത്തിൽ നിന്ന് പുറത്തു പോയി. ഇപ്പൊ ജാരസന്താനങ്ങൾ അധികരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊക്കെ ഈ ഒളിച്ചോടി പോയി എവിടെന്നെങ്കിലും ഒക്കെ മക്കൾ പോയി ഉണ്ടായിട്ട് വരും. അങ്ങോട്ട് കാലിക്ക് പോകും, ഇങ്ങോട്ട് ലോഡായിട്ട് വരും. അപ്പൊ എവിടെങ്കിലും കൊണ്ടുപോയിട്ട് കെട്ടിച്ചു കൊടുക്കുക പറ്റത്തില്ല, ഹലാലല്ല, അതുകൊണ്ട് തന്നെ അത് മാറ്റിയിട്ട്, പിന്നെ ഹലാലായല്ല, അതുകൊണ്ട് തന്നെ അത് മാറ്റിയിട്ട്, പിന്നെ ഹലാലായി ഒരുത്തനെ കൊണ്ടുവന്ന് കെട്ടിച്ച് ഒപ്പിച്ചു വെച്ച് കൊടുക്കും. പിന്നെ അവനും കൂടെ ബന്ധപ്പെടും, പക്ഷെ ഒറിജിനൽ അതിനകത്ത് കിടപ്പുണ്ട്. ഇവന്റെ സ്റ്റെപ്പിനെയാണ് മാഫി ഫായിദ, പറഞ്ഞിട്ട് കാര്യമില്ല. അതിലാണ് ഈ ജാരസന്താനം. അതങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ? ഇനിയെങ്കിലും പണ്ടാരം ഒളിച്ചോടാതിരിക്കട്ടെ. ഓരോന്ന് നിയത്തിയതിരിപ്പുണ്ട് ഇതിനകത്ത്. ദുആയ്ക്ക് ഒരു ചാക്ക് സിമന്റ് തന്നിട്ട് ഒളിച്ചോടാ വഴി റെഡിയാക്കി എങ്കിലും എത്ര ഹദീസ് ആയത്തും പറഞ്ഞിട്ടും ഇതിന്റെ തലയിൽ കയറൂല. ഭയങ്കര വിഷമം തന്നെയാണ്. പറഞ്ഞു ഞാൻ മടുത്ത സംഭവം. എന്നിട്ടും പിന്നെയും ഓടുവാണ്. ഈ പ്രസംഗിക്കുന്ന അനുസരിച്ച് കൂടുന്ന ആളുടെ കുറയുന്നില്ല സംഭവം. അതാ പറഞ്ഞത്, കൽബിൽ സീല് വെച്ച് കഴിഞ്ഞാൽ അബീവേ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സീല് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ദീനിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ കയറൂല, അകത്തോട്ട് പോവുകയില്ല. പിന്നെ വരുന്നത് ജാരസന്താനാണ്. ആ മക്കളൊക്കെ ആയിരിക്കും ഈ വാപ്പാക്കും ഉമ്മാക്കൊക്കെ എതിര്. കാക്കട്ടെ അല്ലാഹ്, നീ കാക്കണേ പഠിച്ച ഞങ്ങളുടെ മക്കളെയൊക്കെ നീ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. എനിക്കപ്പോ ഈ ഓർമ്മ വരുന്ന ഒരൊറ്റ ആയത്താണ്. അല്ലാഹ് പറഞ്ഞത് എന്താ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാഹ് സൂറത്തു തഹരീം അല്ലാഹ് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. الله برنا واقع سورة التحريم. الله برنا واقع ഏ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. നീയും നിന്റെ ശരീരത്തെയും നിന്റെ മക്കളെയും നിന്റെ ഭാര്യയെയും നിന്റെ ഉമ്മയെയും വാപ്പയെയും നരകത്തിന്റെ തീയിൽ നിന്ന് നീ സംരക്ഷിക്കണേ, രക്ഷപ്പെടുത്തണേ. നമ്മളോടല്ല പറഞ്ഞത്. അതാണ് ആ ആയത്തോർത്ത് വെച്ചാൽ നമ്മുടെ മക്കളെ നമ്മൾ നോക്കും. ഓരോ വ്യക്തികളും നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ വിടുമ്പോൾ മഫ്റ്റിയില് ബൈക്കിൽ നമ്മൾ പിറകിൽ പോകണം. അവള് പോകുന്നത് അഡ്വഞ്ചർ പാർക്കിലാണോ, ബീച്ചിലാണോ, അതല്ല കോളേജിലാണോ, നമ്മൾ പിറകിലൊന്ന് പോകണം. നമ്മുടെ ബാധ്യത. എന്റെ മോള നഷ്ടപ്പെടുന്നത്, നമ്മുടെ മോള നഷ്ടപ്പെടുന്നത്. നമ്മൾ 10-18
വർഷം കൊണ്ട് വളർത്തിക്കൊണ്ടുവന്ന മോള് ഒരു സുപ്രഭാതത്തിൽ, ഒരു ദുർബല നിമിഷത്തിൽ ആരുടെയെങ്കിലും പ്രണയത്തിൽ കുടുങ്ങിയിട്ട് ഒളിച്ചോടി പോകുമ്പോ ഇന്ത്യൻ നിയമവും അവൾക്ക് അനുകൂലമാണ്. പക്ഷെ 18 വർഷത്തെ നമ്മുടെ എല്ലാം അതോടുകൂടി നഷ്ടമാവുകയാണ്. ആ വാപ്പയും ഉമ്മയും ഖേദിക്കുന്നു, വിഷമിക്കുന്നു, അറ്റാക്ക് വരുന്നു, സ്ട്രോക്ക് സംഭവിക്കുന്നു. ഈ ശാപം മുഴുവനും ഇവളുടെ തലയിലാണ്. അവസാനം ഇവൾ പട്ടിയെ പോലെ, പന്നിയെ പോലെ ചീഞ്ഞ് അഴുകി ചത്തു കിടക്കുന്ന ഒരു രംഗമാണ് ഈ സമുദായം മൊത്തം കാണാൻ പോകുന്നത്. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും പഠിക്കൂല. ആരുടെയൊക്കെ ശാപമാണ്? ഈ 18 വർഷം താലോലിച്ച് വളർത്തിയ ഉമ്മാന്റെ ശാപം, ഉപ്പാന്റെ ശാപം. മടിയിൽ കിടത്തിയിട്ട് തല തടവി കൊടുത്ത്, വെള്ളം കൊടുത്ത്, പാല് കൊടുത്ത് ആ കൈക്ക് തന്നെ കടിച്ചു. ആ ഉപ്പയെയും ഉമ്മയെയും വഞ്ചിച്ചു. 2 വർഷം പഴക്കമുള്ള ചങ്ങാതിക്കാണ് സ്ഥാനം. 18 വർഷം പഴക്കമുള്ള വാപ്പാക്കും ഉമ്മാക്കും ഒരു സ്ഥാനമില്ല. അപ്പോ ഇവളെ ആരെങ്കിലും കല്യാണം കഴിച്ചാൽ, വേറെ ഒരുത്തം തെങ്ങിന്റെ മുകളിൽ നിന്ന് ചിരിച്ചാല് അവളുടെയും പിന്നാലെ ഒളിച്ചോടി പോകില്ലെന്ന് എന്താ ഉറപ്പ്? അതാണ് മനസ്സിലാക്കേണ്ടത്. 18 വർഷത്തെ ഉമ്മയും ഉപ്പയെയും ധിക്കരിച്ചിട്ട് പോകുമ്പോൾ നമ്മൾ ചിന്തിക്കണം. അതിലൂടെ മോളെ നിനക്കുണ്ടാകുന്നത് ജാരസന്താനമാണ്. അത് അധികരിച്ചാൽ നിനക്ക് മാത്രമല്ല ഷർറ്, ഈ നാട്ടിലുള്ള മുഴുവൻ പേർക്കും അതിന്റെ ഷർറ് ഉണ്ടാകും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മളെ അയൽവക്കത്തെ പെണ്ണിന്റെ കാര്യം നമ്മൾ നോക്കണ്ട. നമ്മുടെ മക്കളെ നമ്മൾ സൂക്ഷിച്ചു, നമ്മുടെ പേരക്കുട്ടികളെ, നമ്മുടെ മകളുടെ മക്കളെ നമ്മൾ സൂക്ഷിക്കുക. അല്ലാഹു ഖുർആനിൽ പറഞ്ഞ വാക്കതാണ്. അതല്ലാതെ എല്ലാരെയും നന്നാക്കാൻ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല, നടക്കുകയില്ല. നമ്മുടെ മക്കളെ പഠിച്ചു പോകാതെ ദുആ ചെയ്യണം. എന്ത് ദുആ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, കൺകുളിർമയുള്ള ജനങ്ങൾക്ക് മാതൃകയായ മക്കളെ നീ ഞങ്ങൾക്ക് തരണേ അല്ലാ എന്ന് പറഞ്ഞ് നമ്മൾ ദുആ ചെയ്യും. എന്താ മോനെ, ബക്കറ്റ് എടുത്തോണ്ടാ, നീ പേപ്പറൊന്നും കൊണ്ടുവരണ്ട, ബക്കറ്റ് എടുത്തോണ്ട് വാ. അവന്മാർക്ക് എന്ത് പ്രസംഗം, എന്ത് പോകും അവർക്ക്. ബക്കറ്റിന്റെ അന്ന് ഒന്നേ അത് തന്നെ എനിക്കറിയാം. അവന്മാർക്ക് ഇപ്പൊ എന്ത്, കാരണം നീ പ്രസംഗിച്ച ഉള്ള ലൈനും കൂടെ അവന്റെ കട്ടാവും. അതുകൊണ്ടായിരിക്കും ഇവന്മാർ ഈ പ്രസംഗം ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതായിരിക്കും സംഭവം. പിന്നെ ആളുകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ പ്രസംഗിച്ചു പോകുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഒന്നുകൂടെ പറഞ്ഞേക്കാം. മൂന്നാമത്തെ എന്താ? രണ്ടാമത് ജാരസന്താനങ്ങൾ അധികരിക്കും. ഒന്നാമത് മൂന്നാമത് സഖാറൂൻ എന്ന് പറയുന്ന ഒരു വിഭാഗം ഈ സമൂഹത്തിൽ വെളിപ്പെടുമത്രേ. ഖാലൂ യാ റസൂലല്ലാഹ്, നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് സഹാബത്ത് ചോദിക്കുകയാ, വമ സഖാറൂൻ എന്ന് പറഞ്ഞാൽ അതാരാണ് നബിയേ? അതേത് വിഭാഗമാണ് നബിയേ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, നശഉൻ, അതൊരു വിഭാഗമാണ്, യകൂനൂന ഫീ ആഖിരി സമാൻ, ആഖിർ സമാനിൽ അവർ വരുന്നവരാണ്. തഹിയ്യതുഹും ഇദാ തലാഖൂ, അവർ പരസ്പരം കണ്ടുമുട്ടിയാൽ അവരുടെ അഭിവാദ്യം എന്ന് പറഞ്ഞാൽ അത്തലാഉനു, ശാപവും മോശമായ വാക്കുകളുമാണ്. പരസ്പരം കണ്ടുമുട്ടുമ്പോൾ അളിയാന്നല്ല പറഞ്ഞ, ഡാഷ് മോനെ എത്ര പ്രാവശ്യമാണ് എന്നെ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്, എവിടെയാണ് ഡാഷ്, ഈ ചുമട്ടൊഴിലാളികളൊക്കെ ഡാഷ് വായി നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. എന്തിനാണ് നീ അങ്ങനെ ചീത്ത വിളിക്കുന്നത്? ചുമ്മാ അല്ലേ അളിയാ, നിന്നെ അല്ല വേറെ ആരെ വിളിക്കാൻ. ആളായിരിക്കട്ടെ, യാള 2 ബർക്കത്തിനിരിക്കട്ടെ, 2 ചീത്തയും കൂടെ പച്ചയ്ക്ക് 2019 രജിസ്റ്റേർഡ് 4 രജിസ്റ്റേർഡ് നമ്പർ പോലും കിട്ടിയില്ല. ഐറ്റം വിട്ടുകൊടുക്കാണ് സംഭവം. തിരുവനന്തപുരത്തൊക്കെ പോയാൽ തള്ളേ എന്ന് പറഞ്ഞാൽ തള്ളേന്ന് വിളിച്ചാൽ തന്തേ, തള്ളേന്നൊക്കെ വിളിച്ചാൽ അത് വേറെ ഭാഷയാണ്. അപ്പൊ ആ നബിതങ്ങൾ പറഞ്ഞു, ഞാൻ ഹദീസ് ഓതിട്ടേ പറഞ്ഞു കേട്ടോ, ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നെ തെറ്റിദ്ധരിക്കരുത്. അല്ലാഹു റസൂൽ പറഞ്ഞ വാക്കാണ്. പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സലാം പറയുന്നതിന് പകരം അശ്ലീല വാക്കുകൾ കൊണ്ടായിരിക്കും ഈ സമുദായം കണ്ടുമുട്ടുന്നത്. ശരിയല്ലേ ഹബീബേ? ശരിയല്ലേ? നമ്മളിന്ന് കണ്ടുമുട്ടുമ്പോ ഒക്കെ വിളിക്കുന്ന വിളി അതല്ലേ? മായും പായും കായും ഒക്കെ ഇട്ടിട്ട് വിളി എന്താ വിളിക്കുന്നത്? കടകളിൽ പോകുമ്പോഴും ചന്തയിൽ കാണുമ്പോഴും ഫോൺ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ 2 വിളി അങ്ങോട്ട് വിളിച്ചിട്ട് പറയും, ഇത്ര നേരമാണ് എന്നെ വിളിക്കുന്നത്. എന്നിട്ട് മറ്റേ ഭാഗം കൂടെ പൂരിപ്പിച്ചു കൊടുക്കും. അത് അളിയ, ഉറങ്ങിപ്പോയി അളിയ, ആ പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് വേടാ, നല്ല മോനെ.
നബിതങ്ങൾ പറഞ്ഞ വാക്ക് ഹബീബേ, ഇത് വെളിപ്പെടുമെന്ന് പരസ്യമായിട്ട്. ചന്തയിലൊക്കെ പോയ എന്താ, സുബൈ നിസ്കരിച്ച കാക്കാമാരി മീൻ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വിളിക്കുന്നത്. വിളി ഒടുക്കത്തെ വിളി തന്നെ ആചാരങ്ങളുടെ വിളി. എന്നാലും ഫാത്തിയുടെ കൂടെ ഇത് വിളിക്കാഞ്ഞത് പള്ളിക്കകത്ത് വെച്ച്. ചന്തയിലൊക്കെ വന്നിട്ട് നല്ല നല്ല നിസ്കാരമുള്ളവർ, വിഭാഗത്തുള്ളവരൊക്കെ അങ്ങനെ വിളിക്കരുത്. അനാവശ്യ വാക്കുകൾ വന്നു പോകരുത്. വെള്ളിയാഴ്ച ദിവസം മിമ്പറിൽ നിന്ന് കേൾക്കുന്ന ആയത്തെന്താ? ഒന്നാമത്തെ ഖുത്ബ ഓതി തീരുമ്പോൾ ആയത്തെന്താ? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ. ഏയ് സത്യവിശ്വാസികളെ, അല്ലാഹയെ പേടിക്ക്, നല്ല വാക്ക് പറ, നല്ല വാക്ക് പറ, നല്ല വാക്ക് പറ. ചീത്ത വിളിക്കല്ലേ, അനാവശ്യം പറയല്ലേ. ബഹുമാനപ്പെട്ട ഖുർആൻ, പരിശുദ്ധ ഖുർആൻ. ഈ മൂന്ന് കാര്യം വെളിപ്പെട്ടാൽ നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, മൂന്ന് കാര്യങ്ങളാണ് ഭൂമി കുലുക്കം ഉണ്ടാകാനുള്ള കാരണം. ഒന്ന്, വിവാഹേതര ബന്ധങ്ങൾ അനുവദനീയമാകും, സിനായും ഫനായും അധികമാകും അത്രേ. രണ്ട്, വശുരിബത്തിൽ ഖുമൂർ, മദ്യം പരസ്യമാകും അത്രേ. എന്റെ പൊന്നു സഹോദരങ്ങളെ, പെട്ടിക്കടയിൽ പോലും മദ്യമല്ലേ, മുറുക്കാങ്കടയിൽ പോലും ഇന്ന് മദ്യമല്ലേ. എവിടെ വേണോ പരസ്യമായി കഴിഞ്ഞു. നമ്മുടെ മക്കൾ പഴിച്ചു പോകുന്നതാണ്. നമ്മുടെ മക്കൾ പഴിച്ചു പോകുന്നു. ഈ കഞ്ചാവിന് അഡിക്റ്റായി നമ്മുടെ മക്കൾ മാറിപ്പോയി. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തിരക്ഷിക്കട്ടെ. വിശദീകരിക്കാൻ സമയമില്ല, വേറെ ഒരുപാട് ആയത്ത് അതുമായി ബന്ധപ്പെട്ട അതീതികളൊക്കെ. മൂന്നാമത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, വളറബൂ ബിൽ മആസിഫി, വാദ്യോപകരണങ്ങളും പാട്ടും മ്യൂസിക്കും അധികരിച്ചാൽ, അതുമായി സമൂഹം വ്യാപൃതരായാൽ, ഖാറല്ലാഹു ഫീ സമാഇഹി, ഖാറല്ലാഹു ഫീ സമാഇഹി, ആകാശത്ത് നിന്ന് അല്ലാഹു കോപിക്കുമത്രേ. ഫഖാല ലിൽ അർളി, ഭൂമിയോട് അല്ലാഹു പറയുകയാ, ഏ ഭൂമിയേ തസൽസലി, നീ ഒന്ന് കുലുങ്ങണേ, ഈ സമൂഹത്തെയും കൊണ്ട് നീ ഒന്ന് കുലുങ്ങണേ. അങ്ങനെ കുലുങ്ങുമ്പോ ഒരു വിഭാഗം ആളുകളെ തൗബ ചെയ്ത് മടങ്ങും, പശ്ചാത്തപിച്ച് മടങ്ങും. ഫൈൻ താബൂ വനസഊ, അങ്ങനെ പശ്ചാത്തപിച്ച് മടങ്ങിയാൽ ആ കുലുക്കത്തോടെ അല്ലാഹു അങ്ങനെ നിർത്തുമത്രേ. ഇല്ല ഇല്ല, എത്ര കുലുങ്ങിയിട്ടും ഇവർ പാഠം പഠിക്കുന്നില്ല എന്ന് കണ്ടാൽ, അഹ്ദിമഹാ അലൈഹിം, മല ഇളക്കി മറിച്ച് ഉരുൾപൊട്ടലിലൂടെ അല്ലാഹു ഈ സമൂഹത്തെ നശിപ്പിക്കുമെന്ന് മഹദിയായ ആയിഷ സിദ്ദീഖ. ഉടനെ ബഹുമാനപ്പെട്ട സ്വഹാബാക്കളെ ചോദിക്കുകയാ, ഏ മഹദി അവരുകളെ, ഇത് അല്ലാഹു നമ്മളോട് അദാബുല്ലഹും, അല്ലാഹയെ ധിക്കരിച്ചവർക്കുള്ള ശിക്ഷയാണോ? ഉടനെ മഹദി അവർ പറയുകയാണ്, ബൽ റഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ വനകാലൻ വഅദാബൻ അലൽ കാഫിരീൻ, അല്ലാഹുവിനെ നിഷേധിച്ചവർക്ക് ശിക്ഷയാണ്. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സാലിഹീങ്ങൾക്ക് ഇതൊരു പാഠമാണ്, ഇതൊരു അവർക്കൊരു ഇബ്റത്താണ്. നമുക്കിതൊരു പാഠം, ഇത് ചെയ്തവർക്ക് ഇതൊരു ശിക്ഷ. ഇനി ഇത് നമുക്കും ഉണ്ടാകും എന്നുള്ള ഭയത്തോടുകൂടി നമ്മൾ ജീവിക്കണം. അതാണ് മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല പറഞ്ഞത്.